ബംഗ്ലാദേശ് പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില സൂചനകളും മറുഭാഗത്ത് കിട്ടുന്നുണ്ട്. ഐതിഹാസിക വിജയം നേടിയ താരിഖ് റഹ്മാനെയും BNPയെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചിരിക്കുന്നു എന്നുള്ള വിഷയമാണ്. അതിർത്തി മേഖലകളിൽ വലിയ പുകച്ചിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പൊതു തിരഞ്ഞെടുപ്പിൽ താരിഖ് റഹ്മാന് വിജയമുണ്ടായിരിക്കുന്നത്. കേവല ഭൂരിപക്ഷവും കടന്ന് 209 സീറ്റുകളിലുമായി BNP സഖ്യം അധികാരം പിടിച്ചടക്കി. നയതന്ത്ര ലോകം ഉറ്റുനോക്കിയ ചൂടുവയ്പായിരുന്നു മോദി നടത്തിയത്. ഈ വിജയം നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ജനങ്ങളിൽ വിശ്വാസമാണെന്ന് എക്സിൽ മോദി കുറിച്ചു. അയൽരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ പുതിയൊരു അധ്യായം തുറക്കാനുള്ള സന്നദ്ധത കൂടി പറഞ്ഞു. ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം ഇന്ത്യയുമായുള്ള ബന്ധത്തിലുണ്ടായ വിള്ളലുകൾ നികത്താൻ ഈ പുതിയ സൗഹൃദത്തിന്റെ കരങ്ങൾ ഭാരതം നീട്ടുകയാണ്. എന്താകുമെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നോക്കി കാണാൻ സാധിക്കും. ബംഗ്ലാദേശിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ BNPയെ നിർണായക വിജയത്തിലേക്ക് നയിച്ച താരിഖ് റഹ്മാന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നാണ് മോദി എക്സിൽ കുറിച്ചത്. ഈ വിജയം നിങ്ങളുടെ നേതൃത്വത്തെക്കുറിച്ച് ബംഗ്ലാദേശിലെ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യപരവും പുരോഗമനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ബംഗ്ലാദേശിന് ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്ന് മോദിയുടെ ഉറപ്പുമുണ്ട്. നമ്മുടെ ബഹുമുഖ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും പൊതുവായ വികസന ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു പ്രവർത്തിക്കാനും ആഗ്രഹമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഷെയ്ഖ് ഹസീന അധികാരത്തിലിരുന്നപ്പോൾ വ്യാപാരം, ഗതാഗതം, അതിർത്തി സുരക്ഷ, ജല കൈമാറ്റ കരാറുകൾ എന്നിവയിൽ രണ്ടു രാജ്യങ്ങളും സുസ്ഥിരമായ ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ 2001-2006 കാലഘട്ടത്തിലെ BNP ഭരണകാലത്തുണ്ടായ അതിർത്തി കടന്നുള്ള തീവ്രവാദവും 2004 ചിറ്റാഗോങ് ആയുധക്കടത്തും ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ഒരു റീസെറ്റ് വേണമെന്നും ഭീകരവിരുദ്ധ പോരാട്ടം, തീസ്ത നദീജല കരാർ, ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം എന്നിവയിൽ സഹകരിക്കുമെന്നും താരിഖ് റഹ്മാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ബംഗ്ലാദേശ് ഫസ്റ്റ് എന്ന നയം പഴയതുപോലെയുള്ള തന്ത്രപ്രധാനമായ ഐക്യമുണ്ടാക്കുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ ഉയർത്തുകയാണ്. മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. എന്നാൽ താരിഖ് റഹ്മാന്റെ ഉദയത്തോടെ മേഖലയിൽ ഒരു സുസ്ഥിരത വരുമെന്നാണ് ഇന്ത്യ കണക്ക് കൂട്ടുന്നത്, ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നത്. ജനാധിപത്യപരവും പുരോഗമനപരവുമായിട്ടുള്ള ബംഗ്ലാദേശിന് ഇന്ത്യയുടെ പിന്തുണ എന്നും ഉണ്ടാകുമെന്ന് മോദി ഉറപ്പ് നൽകി. വ്യാപാരം, അതിർത്തി സുരക്ഷ, ഭീകരവിരുദ്ധ പോരാട്ടം എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ പുറത്താകലിന് പിന്നാലെ തകർന്ന് പോയിരിക്കുന്ന അതിർത്തി സുരക്ഷയും അനധികൃത കുടിയേറ്റവും ഉയർത്തുന്ന വെല്ലുവിളികളും ഒക്കെ തന്നെ പരിഹരിക്കാൻ ഈ സൗഹൃദം നമ്മളെ സംബന്ധിച്ചേറെ അനിവാര്യമായിട്ടുള്ളതാണ്. ഒരു പതിറ്റാണ്ടിലധികം നീണ്ട രാഷ്ട്രീയ വേട്ടയാടലുകൾക്കും ലണ്ടനിലെ പ്രവാസ ജീവിതത്തിനും ഒടുവിൽ 2025 അവസാനത്തോടെ രാജ്യത്ത് തിരിച്ചെത്തിയ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ രക്ഷകനായി തന്നെ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാനായി സാധിക്കുന്നത്. ബംഗ്ലാദേശിന്റെ വോട്ടെണ്ണൽ ഫലങ്ങൾ കാണിക്കുന്നതും അതുതന്നെയാണ്. ഷെയ്ഖ് ഹസീനയുടെ ഉരുക്കുമുഷ്ടിയിൽ നിന്നും മോചിതരായിട്ടുള്ള യുവജനത കൂട്ടത്തോടെ BNPയെ തുണച്ചുവെന്നാണ് മാധ്യമ വാർത്തകൾ. താരിഖ് റഹ്മാൻ മത്സരിച്ച 2 മണ്ഡലങ്ങളിലും റെക്കോർഡ് ഭൂരിപക്ഷം ലഭിച്ചു. പ്രധാനമന്ത്രി പദത്തിൽ ഒരാൾക്ക് പരമാവധി 10 വർഷം മാത്രം കാലാവധി നിശ്ചയിക്കുന്നതടക്കമുള്ള വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ BNP മുന്നോട്ട് വെച്ചിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻകാലങ്ങളിൽ BNP ഭരണകാലത്ത് ഇന്ത്യക്കെതിരെ നടന്ന നീക്കങ്ങൾക്ക് ഡൽഹി ആശങ്ക പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു റീസെറ്റ് വേണമെന്ന് താരിഖ് റഹ്മാൻ നിലപാടുമെടുത്തിട്ടുണ്ട്. ഭീകരവിരുദ്ധ പോരാട്ടം, തീസ്ത നദീജല കരാർ, ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം എന്നിവയിലൊക്കെ തന്നെ സഹകരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം. എങ്കിലും അദ്ദേഹത്തിന്റെ നയം അത് തന്ത്രപരമായ പഴയ ഐക്യത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ പുനരുദ്ധീകരിക്കുക വലിയൊരു ഹിമാലയൻ ടാസ്കായി തന്നെയാണ് അദ്ദേഹം അത് നോക്കി കാണുന്നതും അതിനെ ഏറ്റെടുത്തിരിക്കുന്നതും. എന്താകുമെന്നുള്ളത് ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്.